ഹേയ് മച്ചന്മാരെ വന്നോളി, നമ്മളിന്ന് കാണാൻ പോകുന്നത് മൈസൂർ പാലസിൻ്റെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളിലേക്കാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ്. മുഴുവൻ കാഴ്ചകളും നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. പാലസിൻ്റെ ഉള്ളിലുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മളിത് കവർ ചെയ്യുന്നുണ്ട്. ആദ്യമായി നമ്മൾ കവാടത്തിനുള്ളിലൂടെ പോയി ആദ്യം കാണുന്നത് ടെമ്പിളാണ്. ടെമ്പിൾ കണ്ടതിന് ശേഷം നമുക്ക് ഈ മതിലിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് പോകാം. അതായത് പാലസിൻ്റെ വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. ഒരുപാട് പേര് ഫോട്ടോ വീഡിയോ എല്ലാം എടുക്കുന്നുണ്ട് അവിടുന്ന്. അങ്ങനെ ഞങ്ങളും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം പാലസിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്. അതിനു മുന്നേ നമുക്ക് ഒരു കൗണ്ടറുണ്ട്. അവിടെ നമ്മൾ ചെരുപ്പ് അയച്ചു വെക്കണം. പാലസിൻ്റെ ഉള്ളിൽ സ്ട്രിക്ട്ലി ചെരുപ്പ് നമുക്ക് കടത്തിവിടാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു കവർ തരും. ആ കവറിൽ ചെരുപ്പ് ഇട്ടതിന് ശേഷം അവർക്ക് കൊടുക്കുമ്പോൾ അവരൊരു കൂപ്പൺ തരും. ആ കൂപ്പൺ ഭംഗിയായി സൂക്ഷിച്ചാൽ മതി. അതിനുശേഷം നമ്മൾ പാലസിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ നമ്മൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ചെരുപ്പ് തിരിച്ച് കിട്ടുന്നതായിരിക്കും. ഇതിന് നമ്മൾ പ്രത്യേകം പേയ്മെൻ്റ് ഒന്നും ചെയ്യേണ്ടതില്ല. അത് ഫ്രീ സർവീസാണ്. പാലസിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായി കാണുന്നത് ഈ ആനയുടെ പ്രതിമയാണ്. അതിനുശേഷം നമ്മൾക്ക് ഭിത്തിയിലായി കുറേ ചിത്രങ്ങൾ വരച്ചത് കാണാൻ വേണ്ടി പറ്റും. അത് കൊട്ടാരത്തിൽ നടന്ന ചരിത്ര സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രാവിഷ്കരണമാണ്. നമ്മൾക്കിതാ കൊട്ടാരത്തിനുള്ളിലുള്ള മനോഹരമായ തൂണുകളും മറ്റു സാധനങ്ങളും നമ്മൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. മൈസൂർ കൊട്ടാരത്തിന് വലിയ ചരിത്രമുണ്ട്. 1400 യദുരായ എന്ന രാജാവ് മൈസൂരിൽ ഒരു കൊട്ടാരം പണിയുന്നത്. മരത്തടിയാൽ നിർമ്മിച്ച ഒരു ചെറിയ കൊട്ടാരമായിരുന്നു അത്. പിന്നീട് 600 വർഷത്തോളം വോഡയ രാജവംശത്തിൻ്റെ ആസ്ഥാനമായിരുന്നു ഇത്. 1760 ടിപ്പുവിൻ്റെ ഫാദറായ ഹൈദർ അലി ഈ പ്രദേശം പിടിച്ചെടുക്കുകയും പിന്നീട് ടിപ്പുവിൻ്റെ ഭരണകാലത്ത് നസാറാബാദ് എന്ന പുതിയ ഒരു നഗരം ഉണ്ടാക്കാൻ വേണ്ടി ഈ കൊട്ടാരം ഭാഗികമായി നശിപ്പിക്കുകയും ചെയ്തു. 1799 നാലാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു കൊല്ലപ്പെടുന്നു. തുടർന്ന് ബ്രിട്ടീഷുകാർ ഈ കൊട്ടാരത്തിൻ്റെ അവകാശം വോഡയാർ രാജവംശത്തിന് കൈമാറുന്നു. ഈ സമയത്ത് വോഡയാർ മൂന്നാമൻ വോഡയാർ ശൈലിയിൽ ഈ കൊട്ടാരം പുനർനിർമ്മിക്കുകയും ചെയ്തു. 1897 ഒരു കല്യാണാഘോഷത്തിനിടെ കൊട്ടാരം പൂർണ്ണമായി കത്തി നശിക്കുന്നു. 1897 മുതൽ 1912 വരെ സമയമെടുത്ത് പണി കഴിപ്പിച്ച പുതിയ കൊട്ടാരമാണ് നമ്മൾ ഈ കാണുന്ന ഇന്നത്തെ കൊട്ടാരം. നമ്മളിപ്പോൾ കാണുന്ന മനോഹരമായ കൊട്ടാരം രൂപകൽപ്പന ചെയ്തത് ബ്രിട്ടീഷ് ആർക്കിടെക്റ്റായ ഹെൻറി ഇർവിനാണ്. ഇതാണ് മൈസൂർ കൊട്ടാരത്തിൻ്റെ ചരിത്രം. നമ്മൾ വോഡയാർ രാജവംശത്തിലെ അവകാശികളുടെ ചിത്രങ്ങളാണ് നമ്മൾ മുന്നേ കണ്ടത്. അതുപോലെ അവിടെയുള്ള ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ കാണുന്നത് കൊട്ടാരത്തിൻ്റെ നടുമുറ്റമാണ്. ഇത് നമ്മൾ കാണുന്നത് അന്ന് കാലത്തുണ്ടായിരുന്ന ലിഫ്റ്റാണ്. ഇതൊക്കെ കൊട്ടാരത്തിൽ അന്ന് ഉപയോഗിച്ചു കൊണ്ടിരുന്ന പ്രോപ്പർട്ടികളാണ്. ചെയറും കണ്ണാടികളുമാണ്. നമുക്കിതാ കൊട്ടാരത്തിൻ്റെ സുരക്ഷയ്ക്കായി വെച്ച പീരങ്കികൾ നമുക്കവിടെ പുറത്ത് വെച്ചതായി കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. കൊട്ടാരത്തിൻ്റെ വരാന്തയാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ പല തരത്തിലുള്ള ഗാലറി സ്പോട്ടുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മേലെ ഭാഗത്തായിട്ട് മറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേകതരം ഗാലറി സ്പോട്ട് അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മൾ മൈസൂർ പാലസിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ.